ട്രംപ് ഭരണകൂടവുമായി പിരിഞ്ഞ് ഇലോൺ മസ്ക്. ട്രംപ് സർക്കാർ രൂപീകരിച്ച ഡോജ് വിഭാഗത്തിന്റെ തലവനായി ഇനി പ്രവർത്തിക്കാനില്ലെന്ന് മസ്ക് അറിയിച്ചു. പാഴ്ചെലവുകൾ കുറയ്ക്കാൻ അവസരമൊരുക്കിയ US പ്രസിഡന്റിന് മസ്ക് നന്ദി പറഞ്ഞു. അധികാരമേറ്റെടുത്ത ദിനം തന്നെ ട്രംപ് നടപ്പിലാക്കിയ ഭരണപരിഷ്കരണ വിഭാഗമാണ് ഡോജ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നാണ് ഡോജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനുവരി 20 അധികാരമേറ്റ ദിനം തന്നെ ഇലോൺ മസ്കിനെ പദവിയിൽ നിയോഗിച്ചിരുന്നു. വർഷം തോറും 130 ദിവസം ഡോജിനു വേണ്ടി പ്രവർത്തിക്കാനും ഇലോൺ മസ്കിന് അനുമതി നൽകി. കാര്യക്ഷമമായ ഭരണം ഉറപ്പാക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. ട്രംപിനൊപ്പം പ്രവർത്തിക്കാനായത് നേട്ടമായി കണക്കാക്കുന്നുവെന്ന് മസ്ക് സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഡോജ് ദൗത്യം കൂടുതൽ കാര്യക്ഷമമാകുമെന്നും അദ്ദേഹം വിരമിക്കൽ കുറിപ്പിൽ പറയുന്നു. ട്രംപിന്റെ പുതിയ നികുതി ബജറ്റ് നിർദ്ദേശങ്ങളുമായി കൃത്യമായ വിയോജിപ്പ് ഇലോൺ മസ്ക് തുറന്നു പറഞ്ഞിരുന്നു. വൻതോതിൽ നികുതി നിരക്ക് വർധനവും പ്രതിരോധ ചെലവുകൾ ഉയർത്തിയതും സംബന്ധിച്ച എതിർപ്പാണ് ഇലോൺ മസ്ക് പങ്കുവച്ചത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് രാജി എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.